നമസ്കാരം. ജീവിതം സാക്ഷിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമുക്ക് ജഡ്ജിംഗ് പാനലിനെ പരിചയപ്പെടാം. കെ വാസുദേവൻ കിൽസ ജുഡീഷ്യൽ മെമ്പർ, അഡ്വക്കേറ്റ് കല്ലട KJ അലക്സാണ്ടർ കിൽസ അഡ്വക്കേറ്റ് മെമ്പർ, ഷീന ലജീഷ് സൈക്കോളജിക്കൽ കൗൺസിലർ. പരാതികളില്ലാത്ത മനുഷ്യരില്ല. പക്ഷെ ഇവിടെ എത്തുന്ന പരാതികളെല്ലാം ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഘട്ടത്തിൽ വലിയ വലിയ പരാതികളുമായിട്ട് എത്തുന്നവരാണ്. ഇന്ന് പതിവിൽ വിരുദ്ധമായിട്ട് പരാതിക്കാരനാണ് എത്തിയിരിക്കുന്നത്. കുമരകത്ത് നിന്നും ലതീഷ് വന്നിരിക്കുന്നത് ഭാര്യയുടെ പക്കൽ നിന്നും തൻ്റെ കുഞ്ഞിനെ വിട്ടുകിട്ടണം എന്ന ആവശ്യമായിട്ടാണ്. നമുക്ക് ലതീഷിനെ വിളിക്കാം. വരൂ ലതീഷ്. ലതീഷ് ഇപ്പൊ താമസിക്കുന്നത് കുമരകത്താണോ? കുമരകത്താ. ആരൊക്കെയുണ്ട് വീട്ടില്? വീട്ടിൽ അമ്മയുണ്ട്, ചേട്ടനുണ്ട്, ചേട്ടത്തിയുണ്ട്, പിന്നെ അമ്മയും ചേട്ടനും ചേട്ടത്തിയും പിള്ളേരും ഉണ്ട്. നാളെ 4 പേരാ, 2 ആണും 2 പെണ്ണും. 2 പെണ്ണും. പെണ്ണുങ്ങളെ കല്യാണം കഴിച്ച് അയച്ചു നിങ്ങൾ ബ്രദേഴ്സ് ഒരേ വീട്ടിൽ താമസിക്കുന്നു? അല്ല, ഞാൻ വാടകയ്ക്ക. ഓ, അത് അടുത്ത കുടുംബ വീട്ടിൽ നിന്ന് അടുത്തായിട്ട് തന്നെയാണോ താമസിക്കുന്നത്? അല്ല, കുടുംബ വീട്ടിൽ നിന്ന് പോകുന്നായിരുന്നു. ഞാൻ ഭാര്യ വീട്ടിലായിരുന്നു താമസിച്ചത്. ഭാര്യ വീട്ടിൽ നടന്ന സ്ഥലവും വരെയൊക്കെ മേടിച്ച് താമസിക്കായിരുന്നു. ഓഹോ, അങ്ങനെ അതിലേക്ക് വരാം. രതീഷ്, എന്താ ജോലി? എനിക്ക് ടൈൽസിന്റെ പണിയാണ്. ടൈൽസിന്റെ പണി. നേരത്തെ ഇൻസ്റ്റാൾമെന്റ് പരിപാടിയായിരുന്നു. അപ്പൊ ആ രീതിയിലാണ് ഇവളെ കണ്ട് ഇഷ്ടപ്പെട്ട് ഇങ്ങനെ കൊണ്ടുവന്നത്. അവരുടെ വീട് എവിടെ? ഈര, ചങ്ങനാശ്ശേരിക്ക് പോണ വഴി, ഈരെന്ന് പറയും. പിന്നെ എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്? കല്യാണം കഴിഞ്ഞിപ്പോ 9.5 വർഷമായി. 9.5 വർഷമായി. അപ്പൊ അതിനു മുൻപ് ആ ഭാഗത്തായിരുന്നു ഇൻസ്റ്റാൾമെന്റ് കച്ചവടം. എനിക്ക് അവിടെയായിരുന്നു. അങ്ങനെ പരിചയപ്പെട്ടതാണ്. അങ്ങനെ പരിചയപ്പെട്ട ഈ കുട്ടിയെ. അത് കുട്ടിയെ കണ്ടു ഇഷ്ടപ്പെട്ടു. ഇപ്പൊ പുറകെ നടക്കാനൊന്നും പോയില്ല. അവർ വീട്ടിൽ വന്ന് ആലോചിച്ച് അപ്പം 6 മാസം കഴിഞ്ഞ് കല്യാണം നടത്തി തരാമെന്ന് പറഞ്ഞു. അപ്പം അച്ഛനും അമ്മയും പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞ് എനിക്ക് ഉറപ്പായില്ല. അപ്പം എൻ്റെ അമ്മേനെ കുടിച്ചിട്ട് വന്നിട്ട് അമ്മയോട് പറഞ്ഞു 6 മാസം വരെ നിൽക്കി, ചേട്ടത്തിൻ്റെ കല്യാണമാണ്. അപ്പം ചേട്ടത്തിൻ്റെ കല്യാണം കഴിച്ചിട്ട് നമുക്ക് ആലോചിക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളങ്ങ് പോവുകയും ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞ് എൻ്റെ കൂട്ടുകാരുടെ 2 കല്യാണം വന്നായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞിടാ ഇങ്ങനെ സുനിതെന്ന് പറഞ്ഞ പെണ്ണുണ്ട്, നമുക്ക് അവളോട് വിളിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ വിളിച്ചായിരുന്നു. അപ്പം 2 പ്രാവശ്യം എന്നോട് വന്നിട്ടുണ്ട് ഇവള് ഒറ്റയ്ക്ക് കല്യാണത്തിന് മുമ്പ്. അതാ ഞാൻ ഇത് ആലോചിച്ച് കഴിഞ്ഞു. കല്യാണത്തിന് വന്നിട്ടുണ്ട് 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളിപ്പോൾ തിരിച്ചു പോവുകയും ചെയ്തു. അത് കഴിഞ്ഞ് എൻ്റെ അമ്മായി ഒരു ഇത് വന്ന്, എടാ ഗൾഫിൽ പോകാൻ ചാൻസ് വന്നായിരുന്നു എനിക്ക്. ചാൻസ് വന്നപ്പോൾ ഞാൻ പറഞ്ഞ് ഇപ്പം ഈ പെണ്ണെ സുനിതെ ഇങ്ങനെ ഗൾഫിൽ പോകാൻ ചാൻസ് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ പോകോട്ടേന്ന് ചോദിച്ചു. പോകുന്നുണ്ടെങ്കിൽ എന്നെ അവിടെ കൊണ്ടാക്കിയിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. കുമരകത്ത് ഉണ്ടാക്കിയിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞൊരു കാര്യം, നമുക്കൊരു മോതിരം കല്യാണം നിശ്ചയമായിട്ട് ഒരു മോതിരം ഇട്ടിച്ച് പോകാം എന്ന് പറഞ്ഞു. അത് പറ്റത്തില്ല, അവൾ എൻ്റെ കൂടെ തന്നെ വീട്ടിൽ വരണം, കുമരകത്ത് വരണം. അപ്പം വൈകുന്നേരം ആയപ്പോൾ അമ്മ വിളിച്ച് രണ്ടാമത് സുനിതയുടെ അമ്മ എന്നെ വിളിച്ച്. ഇവിടെ രാവിലെ വിളിച്ച് പറയുന്നത്. വൈകുന്നേരം ഒരു 5 മണി കഴിഞ്ഞപ്പോൾ അമ്മ എന്നെ വിളിച്ച് പറഞ്ഞു, ഈ സുനിതയുടെ അമ്മ ലതീഷാണോ ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ ലതീഷ്, ഇവള് കണ്ണിക്ക കലക്കി വെച്ചിരിക്കുവാണ്, ഇതിന് തീരുമാനം ഉണ്ടാക്കാൻ പറഞ്ഞു. അപ്പം ഞാനിവിടുന്ന് ബസ്സിന് കയറി അവിടെ ചെന്ന് അപ്പോൾ ഒരു 5:30 അപ്പോൾ 7 മണിയായി, വൈകിട്ട് 7 മണിയായി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ കണ്ണിക്ക എല്ലാം കലക്കി വെച്ചിരിക്കുകയെന്ന് പറഞ്ഞ്. ഉദളങ്ങ. അപ്പോൾ അത് കലക്കി വെച്ചിരിക്കുകയെന്ന് പറഞ്ഞ് ഞാനവിടെ ചെന്ന്. അപ്പം ഇവർ വീട്ടുകാർ മൊത്തം അവിടെ ഇരിപ്പുണ്ട്. അച്ഛൻ, അനിയനും, മാങ്ങളെയും പെങ്ങളും എല്ലാം മൊത്തം ഇരിപ്പുണ്ട്. അപ്പം ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, അങ്ങനെ ഉണ്ടെങ്കിൽ ഓട്ടോയിൽ കയറിക്കോ. ഞാനൊരു ഓട്ടോ വിളിച്ചായിരുന്നു, ഓട്ടോയിൽ കയറിക്കലാന്ന് പറഞ്ഞു. അപ്പോൾ ഇവള് നേരത്തെ പെട്ടിയും ബാഗും എടുത്ത് വെച്ചിരിക്കുക എന്നോട് പോരാണ്ട്. ഇവള് നേരത്തെ ഒരുങ്ങി വെച്ചിരിക്കുക. ഞാൻ ഓട്ടോ വിളിച്ച് പറഞ്ഞാൽ ഇവള് വണ്ടിയിൽ കയറി എന്നോട് പോകുന്നു. അപ്പം ഞാൻ പോകാൻ പോയില്ല. ഞാൻ പറഞ്ഞു നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ആരെയും ഉള്ള എൻ്റെ കുമരകത്ത് വരണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ കുമരകത്തോട്ടാണോ കൊണ്ടുപോകണേ അല്ലെങ്കിൽ എങ്ങോട്ടാണോ കൊണ്ടുപോകണേ നിങ്ങൾ തിരക്കണ്ടേ, അപ്പോൾ ആരെങ്കിലും ഒന്ന് കയറാൻ പറഞ്ഞു. അപ്പോൾ ഇവൾ ആങ്ങളെന്നെ വിളിച്ച്. അപ്പോൾ ആങ്ങളയ്ക്ക് മടി, വിളിച്ചോണ്ട് പോവില്ല, അങ്ങോട്ട് ചെന്നാൽ ഇതിന് കുഴപ്പമുണ്ടാന്ന് പറയും. അപ്പോൾ അച്ഛൻ്റെ അനിയൻ്റെ മകൻ വണ്ടിയിൽ കയറി ഇവനുമായിട്ടാണ് അവിടെ ചെല്ലുന്നത്, വീട്ടിൽ ചെല്ലുന്നത്. അപ്പോൾ എൻ്റെ വീട്ടിൽ ഞാൻ പോയില്ല. അപ്പോൾ അമ്മ പറഞ്ഞു വിളിച്ചോണ്ട് വരണ്ട, 6 മാസത്തേക്ക് നിന്നിരിക്കുമല്ലേ, എടാ നമുക്ക് കല്യാണം നടത്താമെന്ന് പറഞ്ഞു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞാൻ ആരെങ്കിലും വിളിച്ചോണ്ട് പോരുകയും ചെയ്തു. അപ്പോൾ പോണത് എൻ്റെ അമ്മയുടെ വീട്ടിലോട്ടാണ് പോണേ. ആരുടെ വീട്ടിലോട്ടാ പോയേ? എൻ്റെ അമ്മയുടെ വീട്ടിലോട്ട്. അങ്ങോട്ട് തന്നെ പോയെ? അമ്മയുടെ വീട്ടിലോട്ട് പോയെ. അപ്പോൾ അമ്മാവനോട് ഈ കാര്യം പറയാം. അമ്മമ്മയുടെ എടാ വല്ല പോലീസെല്ലാം വരുമോ? ഞാൻ പറഞ്ഞില്ല, അതൊന്നും വരത്തില്ല, അവർ വീട്ടുകാരെല്ലാം ഉണ്ടായിരുന്നു വിളിച്ചോണ്ട് വന്നപ്പോൾ. അവിടെ നിൽപ്പുണ്ടായിരുന്നു, ആരും പോലീസുകാരും വരത്തില്ലെന്ന് പറഞ്ഞ്. ഞാനീ പോരുകയും ചെയ്ത്. വന്നപ്പോൾ വൈകിട്ട് 12 ആയപ്പം എൻ്റെ അമ്മേനെ വിളിച്ച്. അപ്പം തിരിച്ചു ഓടി 11 മണി കഴിഞ്ഞ്.
അപ്പോൾ തിരിച്ച് 12 ആയപ്പോൾ എൻ്റെ അമ്മനെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ അമ്മ ഇങ്ങനെ വീടിനെ കൊണ്ടുവന്നു ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ കരച്ചിലും ബോളമൊക്കെ ആയി അവിടെ ആൾക്കാരെ കൂട്ടി വേളാന്ന്. അത് കഴിഞ്ഞപ്പം എൻ്റെ അമ്മാവൻ വള്ളത്തെ കയറ്റി. അന്ന് എൻ്റെ അമ്മ വലയ്ക്ക് പോവുക, എല്ലാം അവിടെ എല്ലാം മത്സ്യത്തൊഴിലാളികളാണ്. അപ്പോൾ വള്ളത്തെ കയറ്റി എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നു. 12 ആയപ്പോൾ നിലവിളക്ക് കൊടുത്ത് അകത്ത് കയറ്റില്ല വൈകിട്ട്. അപ്പം കയറി വന്നപ്പോൾ എല്ലാവർക്കും ഒരു ഇഷ്ടക്കേട് പോലെ വന്നു, വിളിച്ചോണ്ട് വന്നതല്ലേ, ഇഷ്ടക്കേട് പോലെ വന്ന് പറഞ്ഞ് അമ്മ പറഞ്ഞ് ഇന്ന് അങ്ങോട്ട് കിടക്കാതെ കാണിക്കാൻ മാറി കിടന്നോളാൻ പറഞ്ഞു രണ്ടുപേരുടെ. അപ്പോൾ ഞങ്ങൾക്ക് മുറിയും തന്നില്ല, മാറി കിടന്നോളാൻ പറഞ്ഞു. ഞങ്ങൾക്ക് താഴെ വിരിച്ച് ഞങ്ങൾ താഴെ കിടന്നു. അന്ന് തൊട്ടുള്ള വിഷയമായിരുന്നു അമ്മയായിട്ട് ഇവള്. അമ്മയായിട്ട് ചേരത്തില്ല, ഒരു ദിവസം പോലും ചേരത്തില്ല. അപ്പോൾ അത് കഴിഞ്ഞ് ഒരു 6-7 മാസം അവിടെ നിന്ന് കഴിഞ്ഞ് പിന്നെ വഴക്കായി 2 കാലായി. പിന്നെ വീട്ടിൽ 2 കാലായി. എനിക്ക് അവൾക്കൊന്നും കഴിക്കാൻ മേല, അവിടുന്ന് കഴിക്കത്തില്ല. അത് കഴിഞ്ഞ് ഇവള് പ്രസവിച്ച്, ഫസ്റ്റ് കുട്ടീനെ പ്രസവിച്ചു. അതാ ഞാൻ അജീര തന്നെയായിരുന്നു. അപ്പം ഇവള് പറഞ്ഞ് തിരിച്ചു പറഞ്ഞെങ്കിൽ എനിക്കൊരു മുറിയില്ലാതെ ഞാൻ വരത്തില്ലെന്ന് പറഞ്ഞു. നമുക്കൊരു മുറി വേണം, മുറിയില്ല വരത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ നേരെ ഇവിടെ വന്നിട്ട് വീട്ടിൽ വന്ന് ഒരു മുറി, അല്ല കതവും കട്ടിലും എല്ലാം മേടിച്ച് എല്ലാം ശരിയാക്കി ഒരു മുറി പോലെ ഉണ്ടാക്കി. പിന്നെ അവൾക്ക് പോരാ, അവൾക്ക് പോരാ, ഇവിടുന്ന് പോകണം അവൾക്ക്. ആ സ്ഥലത്തുനിന്ന് ഈ സ്ഥലത്തുനിന്ന് എന്നെ കൊണ്ടുപോകണം, ഈരയ്ക്ക് കൊണ്ടുപോകണം, ഇവിടെ നാട്ടിലേക്ക് കൊണ്ടുപോകണം. അതിന് കളിച്ച കളിയായിരുന്നു. അങ്ങനെ അവിടെ കൊണ്ടുപോകാനുള്ള താല്പര്യമായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു ചേട്ടത്തോട് പറഞ്ഞേട്ടാ ഞാൻ അങ്ങോട്ട് മാറുക, ഞാൻ ഇവിടെ പോവാന്ന് പറഞ്ഞു. അപ്പോൾ ഒരാഴ്ച ഇവരുടെ വീട്ടിൽ ഞാൻ പോയി നിന്ന്. വീട്ടിൽ വഴക്കല്ലേ, അപ്പോൾ അമ്മ ഭയങ്കര കരച്ചിലേക്കായിരുന്നു, ഞാൻ പോകുന്നതിന് കരച്ചിലേക്കായിരുന്നു. അപ്പോൾ ഇവരുടെ വീട്ടിൽ ഒരാഴ്ച പോയപ്പോൾ ഞാൻ പറഞ്ഞിട്ട് ഇവിടെ നിന്റെ ബന്ധുക്ക് വീട്ടിൽ വന്ന് നിൽക്കുന്ന മോശമാണ്, ഞാൻ നിന്നെ വിളിച്ചുകൊണ്ട് പോയതാണ്. വിളിച്ചുകൊണ്ട് പോയിട്ട് പിന്നെ ഞാൻ ഇവിടെ നിൽക്കേണ്ട കാര്യമുണ്ടോ, നമുക്ക് വാടകയ്ക്ക് ഒരു വീട് നോക്കാം, ഏതായാലും ഇവിടെ താമസിച്ച് നിൽക്കാം. വാടക ഞാൻ പിന്നെ ഒരു 3000 രൂപ കൊടുത്ത് ഇവരുടെ വീടിൻ്റെ അവിടുന്ന് 3ാമത്തെ വീട് വാടകയ്ക്ക് വീടെടുത്ത്. അവിടെ ചെന്നപ്പോൾ യാതൊരു കുഴപ്പമൊന്നുമില്ല, ഒരു കുഴപ്പമില്ല. പിന്നെ ഇച്ചിരി തെറിവിളി ഉണ്ടെന്നേ ഉള്ളൂ, തെറിവിളി കൂടുതലാണ്. ശരി, ഭയങ്കര തെറിവിളിയാണ്. എന്നിട്ട് പിള്ളേരെ ഇഷ്ടംപോലെ ദ്രോഹിക്കുകയും ചെയ്യുള്ളൂ. ആരെ തെറി വിളിക്കുന്നേ? എന്നെ. ശരി, അത് തെറിയെന്ന് പറഞ്ഞാൽ നല്ല തെറിയാണ് വിളിക്കുന്നത്. എന്തിനാ പൊതുവെ തെറി വിളിക്കുന്നത്? ഒരു ചെറിയ കാര്യം മതി, ഏത് കാര്യത്തിനും തെറി വിളിക്കും. ഇത് വെച്ചാൽ എന്തൊരു കൂട്ടച്ചും എടുത്തിന് വന്നില്ല, അതിന് തെറിയാ. ശരി, അത്ര സ്വഭാവമാണ്. അതായത് ഈ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ച ഇവിടെ ദേഹത്ത് എന്തോ ഇലക്കുട്ടുമ്പോ അമ്പലം ഈ അമ്മ ദേഹത്ത് കൂടുമെന്നാണ് പറയുന്നത്. ദേവി ദേഹത്ത് ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും കൂടുമെന്നാണ് ഇങ്ങനെ അവരുടെ അമ്മയൊക്കെ പറഞ്ഞ് കേട്ടിരിക്കുന്നത്. എനിക്കറിയത്തില്ല. ഇവരുടെ നാട്ടിലെ അമ്പലം. അപ്പോൾ ഇവരുടെ വീടിൻ്റെ അവിടെയായിരുന്നു നേരത്തെ അമ്മ ഇരുന്നത്. അപ്പം അങ്ങനെ ആയിരിക്കും ഇങ്ങനെ ദേഹത്ത് കൂടാൻ കാര്യം. അപ്പോൾ അന്ന് പറഞ്ഞായിരുന്നു ഇനിയും ഈ തിരി കത്തിക്കണമെന്ന് പറഞ്ഞായിരുന്നു. ഒരു ഇതുപോലെ കെട്ടിയിട്ടുണ്ട് അവരുടെ വീട്ടിൽ. ചേർത്തല ഈരക്കൂട്ടുമല്ല, അത് ഇവരുടെ വീടിൻ്റെ അടുത്തുള്ള അമ്പലം. അപ്പോൾ ദേവീക്ഷേത്ര. അപ്പോൾ ഒരു ഇതുപോലെ കെട്ടിയിട്ടുണ്ട്, ഞാൻ ചെന്നപ്പോഴാണ് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരു തിരി കത്തിക്കുന്നുണ്ട്, ഡെയിലി കത്തിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നേരെ വാതിക്കലായിരുന്നു. അത് പിന്നെ അത് മുടങ്ങി കഴിഞ്ഞപ്പോഴാണ് ഇത് വഷളായി പോയത്. അപ്പം ഞങ്ങളത് നോക്കിച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു എടാ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഈ ചൊവ്വാഴ്ച വെള്ളിയാഴ്ച ഇവർക്ക് ചുമല വസ്ത്രവും കറുത്ത വസ്ത്രവും ഇടാൻ പറ്റത്തില്ല. ഇട്ട് കഴിഞ്ഞാൽ അന്ന് മുഴുവൻ വഴക്കാം. അപ്പം കുമരകത്ത് വെച്ച് അതാണ് സംഭവിച്ചത്. അപ്പം ആ സമയത്ത് ആ ചൊവ്വാഴ്ച വെള്ളിയാഴ്ച കറക്റ്റ് ആ ഡ്രസ്സ് തന്നെ ഇട്ടോളൂ, മാറ്റമില്ല. അന്ന് വഴക്കാം വീട്ടിൽ, ചെറിയ കാര്യം മതി. അത് ഊതി വീർപ്പിച്ച് പിന്നെ ബഹളമായി. നാട്ടുകാരൊക്കെ ഒന്നുമാത്രം ഓടി വന്നിട്ടുണ്ട് ഈ ബഹളം ഉണ്ടാക്കിയിട്ട്. അത് കഴിഞ്ഞ് പിന്നെ അവിടെ താമസിച്ച് കഴിഞ്ഞ് 1 കൊല്ലത്തോളം താമസിച്ചു, വാടകയ്ക്ക് താമസിച്ച്. അത് കഴിഞ്ഞ് ഇവരുടെ വീട്ടുകാർ പറഞ്ഞായിരുന്നു 1 ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞായിരുന്നു. അപ്പം ഒരു സ്ഥലവും വരെ എനിക്ക് റെഡിയായി. ശരി, അപ്പം ഞാൻ ചേട്ടച്ചാർ വിളിച്ചേട്ടാ ഒരു സ്ഥലവും വരെ റെഡി ആയിട്ടുണ്ട്, എത്ര നാളെ വാടകയ്ക്ക് കിടക്കുന്നത്, ഒരു സ്ഥലവും വരെ റെഡി ആയിട്ടുണ്ട്, നമുക്കൊന്ന് മേടിക്കണ്ടേന്ന് ചോദിച്ചു. അപ്പം 6 സെൻറ്റ് സ്ഥലവും ഒരു പെരയുണ്ടായിരുന്നു, കിണറും എല്ലാം ഉണ്ട്. അപ്പോൾ 1,60,000 കൊടുത്താൽ മതി, റോഡ് സൈഡാണ്. അപ്പോൾ 1 ലക്ഷം രൂപ ഇവർ തരുമല്ലോ. അപ്പോൾ 1 ലക്ഷം രൂപ ഞാൻ പറഞ്ഞാൽ 1 ലക്ഷം രൂപ വന്നാൽ മതി, അപ്പോൾ നമുക്ക് സ്ഥലം വരെ മേടിക്കാം, ആധാരമൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞ് അവന് 1 ലക്ഷം രൂപ തന്ന്. ഇവരുടെ വീട്ടുകാർ എനിക്ക് 1 ലക്ഷം രൂപ തന്ന്. അങ്ങനെ സ്ഥലം വരെ മേടിച്ച് താമസിച്ച് വരുമായിരുന്നു. വന്നു കഴിഞ്ഞ് അപ്പോൾ രണ്ടാമത്തെ കുട്ടിയായി കഴിഞ്ഞപ്പോൾ അപ്പുറത്തെ വീട്ടിൽ നമ്മളെ വേലിയൊക്കെ കെട്ടിയിട്ടുണ്ട്, വീടിന് കയ്യിലേക്ക് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അപ്പുറത്തെ വീട്ടുകാർ നമ്മുടെ കാസ്റ്റ് അല്ല, വേറെ കാസ്റ്റുകളാണ്. അപ്പം അവർ ഈ വെള്ളം ഒഴിക്കുന്ന മീനും അങ്ങനെയൊക്കെ എല്ലാം ഒഴിക്കുന്ന നമ്മുടെ മുറ്റത്തോട്ട് ഒഴിക്കുന്നത്. അപ്പം അങ്ങനെ ഇവളുമായിട്ട് എന്നും ബഹളം ഇവർ, നമ്മളിവിടുന്ന് പോകണം. ആ രീതി ഇവൾ അവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്, 4 മൂലയ്ക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത് ഈ വീട്ടുകാർ. ചെയ്ത് വെച്ചിട്ടുണ്ട്, നമുക്കറിയത്തില്ല, നമ്മൾ നോക്കിച്ചിട്ടുമില്ല, ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ പോയി നോക്കിച്ചായിരുന്നു, ഒരു മുസ്ലിമിൻ്റെ അരിക്ക് നോക്കിച്ച് പറഞ്ഞു ഞാൻ എടുത്തു തരാം, അത് കാശ് ചിലവാകുന്നു, ഒരു 10-25,000 രൂപ ആകുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നെ എൻ്റെ ഇല്ല തരാനായിട്ട്, ഞാൻ പോകുന്നില്ല വഴിക്ക്, ആ വരുന്ന വഴിക്ക് അങ്ങ് പോയാൽ മതി എന്ന് പറഞ്ഞു.
അത് കുറച്ച് നാളിപ്പം കടവും വർദ്ധിക്കാൻ തുടങ്ങി. ഓരോ നിമിഷങ്ങളും കടം കൂടിക്കൂടി വരുന്നതല്ലാതെ. അപ്പം എനിക്ക് പണിയില്ലല്ലോ. അപ്പം ഞാൻ ഈ മീൻ കച്ചവടമായിട്ട് തുടങ്ങി. ഒരു ബൈക്ക് എടുത്ത് ഒരു മീൻ കച്ചവടം തുടങ്ങി. അതങ്ങനെ പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. പോയി പിന്നെ അത് കടം കയറുന്നപ്പോൾ ഞാൻ പറഞ്ഞു അത് നിർത്തിയേക്കാം, വേറെ എന്തെങ്കിലും പരിപാടിക്ക് പോകാം എന്ന് പറഞ്ഞപ്പോൾ ഈ ചുമടിൻ്റെ പരിപാടി എടുക്കുന്നുണ്ട്, ഈ സീസണിൽ നെല്ലിൻ്റെ പരിപാടി. അപ്പോൾ അതിന് എന്നെ യൂണിയനിൽ ചേർത്ത് അത് എല്ലാ വർഷവും ഞാൻ ഇങ്ങനെ ചുമന്ന് പോകുമായിരുന്നു ചുമടിന്. അപ്പോൾ അതിനിടയിൽ കരിങ്കല്ലിൻ്റെ പണിയും എല്ലാ പണിക്കും പോകുന്നുണ്ട്. അപ്പോൾ കടം കയറിയപ്പോൾ ഞാൻ പറഞ്ഞു ഇനി എന്നാൽ നമുക്ക് അവിടെ നിന്ന് വിറ്റേക്കാം, ഈ വിഷയമായി ഒന്നും വഴക്കും ബഹളമാണല്ലോ, നമുക്ക് ഇവിടെ നിന്ന് വിറ്റേക്കാമെന്ന് പറഞ്ഞു. വിറ്റേച്ച് ഇവരുടെ വീടിൻ്റെ അവിടെ നിന്ന് 1 കിലോമീറ്റർ ഇല്ല, അവർ ശകലം അങ്ങോട്ട് മാറി മേടിച്ചു. ഒരു 5 സെൻറ്റ് സ്ഥലവും പെരയും മേടിച്ചുള്ളൂ. മേടിച്ച് കഴിഞ്ഞ് അപ്പോൾ ഈ വീട്ടുകാർ പൈസയെല്ലാം കൊടുത്തു, ആധാരമൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവർ പറഞ്ഞിട്ട് 2 മാസം ഞങ്ങൾക്ക് ഒരവധി തരണം. അത് ഞങ്ങൾക്കൊരു ഷെഡ് വെക്കാൻ താമസം നമുക്ക് 2 മാസം ഒന്ന് മാറി നിൽക്കാമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിൻ്റെ വാടക ആര് കൊടുക്കും, വാടക നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ 1000 രൂപയ്ക്ക് 2 മാസം ഞങ്ങൾ താമസിച്ച്. 2 മാസം താമസിച്ച് കഴിഞ്ഞപ്പോൾ ഈ ഇവരുടെ അമ്മാവൻ്റെ മകൻ ഡെയിലി വീട്ടിൽ വരുമായിരുന്നു. നമ്മൾ താമസം അവിടെ വെച്ചും വരുമായിരുന്നു. ഇവൻ ഡെയിലി വീട്ടിൽ വരുമായിരുന്നു. വീട്ടിൽ വന്ന് അപ്പോൾ ഞാനൊരു ദിവസം ചോദിച്ചു ഇതന്നെ നിൻ്റെ ഭാര്യയില്ല വരുന്നത് എന്നിങ്ങനെ വരേണ്ട കാര്യമില്ല. അപ്പോൾ നാട്ടുകാരനെ പറഞ്ഞു എടാ ഒരു ബൈക്കുകാരൻ ഡെയിലി വരുന്നുണ്ടല്ലോ, ആരാ ചോദിച്ചു എന്നോട്. അപ്പോൾ ഇതിൻ്റെ ഇപ്പുറത്ത് ഒരു ഫ്ലാറ്റ് പോലെ ഇതുപോലെ നീളത്തിൽ വാടക കൊടുക്കുന്ന ഒരു റൂം, അതിൻ്റെ പിന്നെ ഇപ്പുറത്തും വീട്ടുകാരുണ്ട്, താമസക്കാരുണ്ട്. അപ്പോൾ അവന് ചോദിച്ചു രതീഷ് ഇതാരത് വരുന്നത്. അപ്പോൾ ഞാൻ കാണുന്നില്ല, ഞാൻ പണിക്ക് പോകത്തില്ലേ. അപ്പോൾ എനിക്ക് സാസ്കോയി പണി കിട്ടിയായിരുന്നു, ഈ സെപ്റ്റി ടാങ്കിൻ്റെ പണി കിട്ടിയായിരുന്നു, അതിന് പോകുമായിരുന്നു. അപ്പോൾ അത് രാവിലെ പോയിട്ട് വൈകിട്ട് ഒരു സമയത്തേക്ക് തിരുവനന്തപുരത്തൊക്കെ വന്നിട്ടുണ്ട്, കൊല്ലം എറണാകുളത്തൊക്കെ ഓരോ റൂട്ടാണ് പോകുന്നത്. ഞാൻ പറഞ്ഞു എനിക്കറിയത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഈ മഴ സീസണിൽ ടാങ്കിൻ്റെ പണി കുറവാണ്. അപ്പോൾ ഞാൻ ഒരു ദിവസം ഉച്ചയായപ്പോൾ തിരിച്ചു വന്നപ്പം കാണുന്ന ഭാഗം അത് ഒരു പ്രത്യേക രീതിയിലാണ് കണ്ടപ്പോൾ തന്നെ ഇവളെ തല്ലുകയും ചെയ്തു കേട്ടോ. ഞാൻ മോശപ്പെട്ട അവസ്ഥയിൽ ഇവർ ഒന്നിച്ച് കിടക്കുന്ന പോലെ കണ്ട്. ഈ അമ്മാവൻ്റെ മകൻ കിടക്കുന്ന കണ്ട് ഞാൻ ഇവൾക്കിട്ട് തല്ലുകയും ചെയ്ത് ഇവൻ എനിക്കിട്ട് തിരിച്ചു തല്ലി, ഞാനും തിരിച്ചു തല്ലി അവിടെ കൊണ്ടങ്ങ് തീർന്നത് പോയി. അപ്പോൾ ഇവളെൻ്റെ കാലെ പിടിച്ച് രതീഷ നാണം കെടുത്തരുന്ന് പറഞ്ഞു. ഞാൻ ഒത്തിരി ഒച്ച വെക്കാൻ പോയില്ല, അപ്പുറത്തെ വീട്ടിൽ മാത്രം കേട്ടുള്ളൂ. ഈ മാറി അതങ്ങ് പോയി കഴിഞ്ഞപ്പം ഈ തൊട്ടിപ്പുറത്ത് ഒരു ഡ്രൈവിംഗ് സ്കൂളാണ് നടത്തുന്നത്. അവരുടെ ചേച്ചിയും ചേട്ടനും, അവർക്ക് 2 പിള്ളേരുണ്ട്, ഒരാണും ഒരു പെണ്ണും ഉണ്ട്. അപ്പോൾ ഈ അജയ് എന്ന് പറഞ്ഞ ഒരുത്തൻ അവിടെ വരുമായിരുന്നു, ഈ ഡ്രൈവിംഗ് പഠിക്കുമ്പോൾ അവനാ. അപ്പോൾ ഇവൻ പണിക്ക് പോകുമ്പോൾ ഈ പെൺകൊച്ചിനെ എടുത്തുകൊണ്ട് കടയിൽ പോവുക. ഇവർ കടയുണ്ട്, ചായക്കട. മറ്റേ അമ്മാവന്റെ മകന്റെ പ്രശ്നം അതോടുകൂടി ചെയ്തിട്ടില്ല, അവിടെ വെച്ച് ഞങ്ങൾ തീർന്നു, ആ വിഷയം തീർന്നു. പിന്നെ വരവൂല എടുക്കൂല ഒന്നും ഇല്ലായിരുന്നു. പിന്നെ ഇപ്പം ഈ അജയ് എന്ന് പറഞ്ഞ ഒരുത്തൻ അവിടെ ഡെയിലി വരുമായിരുന്നു. എന്നുവെച്ചാൽ വരുവാന്നല്ല, അപ്പുറത്തെ വീട്ടിൽ വരുമായിരുന്നു, ഡ്രൈവിങ് കാർ എടുത്തുകൊണ്ട് പോവുക, വൈകുന്നേരം വരിക, ഇങ്ങനെ പോകുമായിരുന്നു. അപ്പോൾ കുറച്ച് ദിവസം എനിക്ക് പണിയില്ലാതെ ഞാൻ വീട്ടിലങ്ങനെ നിന്ന് പോയി, പണിയില്ലായിരുന്നു. അപ്പോൾ ഇവിടെ റേഷൻ കടയിൽ പോകാൻ വേണ്ടി ഒരുങ്ങിയപ്പം ഞാൻ പറഞ്ഞു ഞാൻ പോകാം, ഇല്ല ഞാൻ പോക്കാളാന്ന് പറഞ്ഞു. ഇല്ല ഞാൻ അന്നേരം അപ്പുറത്തെ പെങ്കൊച്ചും പറഞ്ഞ് ജാൻറ്റി പോരി നമുക്ക് കാറേ പോകാമെന്ന് പറഞ്ഞു. ഇവനങ്ങ് കാറേ കൊണ്ടുപോയി നമ്മളത് ശ്രദ്ധിക്കാൻ പോയില്ല. ഇവരെ കാറേ പോയി അരി മേടിച്ചിട്ട് വന്ന് അങ്ങനെയൊക്കെ ചെയ്ത്. അപ്പോൾ ഇവക്കൊരു ഫോൺ മേടിച്ച് കൊടുത്തായിരുന്നു ഞാൻ ഒരു ഫോൺ മേടിച്ച് കൊടുത്തു. അപ്പോൾ ഇവൻ ഈ ഫോൺ നമ്പരെ ഈ തരം നമ്പർ അടിച്ച് കളിക്കുമായിരുന്നു ഇവൻ അങ്ങോട്ടും ഇങ്ങോട്ടും. നമ്മളെ ശ്രദ്ധിക്കുന്നില്ല, ഇവൻ ഈ വീട്ടിൽ ടി വി കാണുവും എല്ലാം ചെയ്യുന്നുണ്ട്. ആരുടെ വീട്ടിൽ? എൻ്റെ വീട്ടിൽ. നിങ്ങളുടെ വീട്ടിൽ വന്നിരുന്ന് ടി വി കാണും, അതൊക്കെ ഇന്ന് കസാരയിട്ട് ടി വി കാണും. നല്ല അധികാരമൊക്കെ അവന് കൊടുത്തിരിക്കുക. ഇവരോട് ഭയങ്കര ഫ്രണ്ട്ഷിപ്പായിപ്പോയി. നമ്മളതില്ല, നമുക്കതിനുള്ള സാധനം ഇല്ല. ഇവർ നമുക്ക് കമ്പനിയായിപ്പോയി. ഒരു ദിവസം മുസ്ലിം ഞാൻ പരിചയപ്പെടുത്തിയത്, ഞാൻ പറഞ്ഞില്ല 4 മൂലയ്ക്ക് ഇങ്ങനെ ചെയ്തു വെച്ച ഒരു മുസ്ലിം, ആ പുള്ളിയായിരിക്കും ഈ പുള്ളിനെ ഞാൻ കൊണ്ടുപോയി, ഭാര്യനെയും ഭർത്താവിനെയും ഈ അജയനെയും കൊണ്ടുപോയി കാറെ കൊണ്ടുപോയി ഈ പുള്ളിനെ പരിചയപ്പെടുത്തി. അപ്പം പറഞ്ഞിടാ കോഴി മേടിക്കണം, സാമ്പ്രാണി, അങ്ങനെയൊക്കെ കുറേയൊക്കെ പറഞ്ഞ് കൊടുത്തു വിട്ട്. അപ്പോൾ 11 മണിയാകുമ്പം ഈ പുള്ളിനെ പോയി കൊണ്ടുവരണം, ഈ പള്ളിയിൽ പോയി കൊണ്ടുവരണം. അപ്പോൾ എന്നോട് പറഞ്ഞ് ഞാൻ വരാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ പണിക്ക് പോവുക, അപ്പോൾ എനിക്ക് ഈ ടാങ്കിൻ്റെ പരിപാടിയുണ്ട്. ഞാൻ പറഞ്ഞു 11 എനിക്ക് വരാൻ പറ്റത്തൊന്നുമില്ല, എനിക്ക് രാവിലെ പണിക്ക് പോകണം. അപ്പോൾ അന്ന് കറക്റ്റ് എനിക്ക് തിരുവനന്തപുരത്താണ് എനിക്ക് കിട്ടിയത്, ടാങ്ക് കിട്ടിയത്. അപ്പോൾ ഞാനും സോബി എന്ന് പറഞ്ഞാൽ അവരിൽ ഞങ്ങൾ പോവുക. അപ്പോൾ ഈ പുള്ളിക്കാരൻ എന്നെ വിളിച്ചു. ഈ അജയ് 10 പേരെ വിളിച്ച് ചോദിച്ചു രതീഷ് എവിടെയാ? ഞാൻ പറഞ്ഞു ഞാൻ എത്തുന്നില്ല, വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളെന്ന് പറഞ്ഞു. 11 പിന്നെയും വിളിച്ചു. ഇവൻ തെരുതര എന്നെ വിളിക്കേണ്ട കാര്യമില്ല. 11 ഇവൻ എന്നെ പിന്നെയും വിളിച്ച്. അപ്പോൾ ഇവൻ വിളിക്കുന്നത് എൻ്റെ പരിക്കാത്തിരുന്നാണ് വിളിക്കുന്നത്. അത് എങ്ങനെ മനസ്സിലായി എവിടെ നിന്ന് ഇരുന്നോണ്ടാന്നുള്ളത്? അപ്പുറത്തില്ല, അപ്പുറത്തുനിന്ന് ഹോമം നടന്നുകൊണ്ടിരിക്കുക, അപ്പോൾ അവൻ ഇപ്പുറത്തേ വരത്തുള്ളൂ, ഇവിടെ ഇരിക്കത്തുള്ളൂ. എല്ലാം തെരുതര 11 എന്നെ വിളിക്കേണ്ട കാര്യമില്ല. രാത്രിയിലാണോ? രാത്രി 11. അപ്പോൾ പിള്ളേർ 2 ഉറങ്ങിപ്പോയി.
അത് കഴിഞ്ഞ് അവിടെ വന്നപ്പോൾ ഇവൾ ഉറങ്ങിയില്ല. ഞാനൊരു 12:30 കഴിഞ്ഞപ്പോൾ 1 മണിയാക്കിയായപ്പോൾ ഞാൻ വീട്ടിൽ വന്നു. അപ്പോൾ എനിക്ക് ബൈക്കുണ്ട് കേട്ടോ. വീട്ടിൽ വന്ന് ഞാൻ വന്ന് കഥ വന്ന് കുട്ടികൾ ചാടി എഴുന്നേറ്റ് കഥ പറഞ്ഞു. അപ്പോൾ അപ്പം ചുമ്മാ അടക്കുമായിരുന്നു അവൾ. കഥ പറഞ്ഞാൽ ഇവൾ പറഞ്ഞു, അയ്യോ അജയ് ഇത്ര നേരം ചുമ്മാ ഇവിടെ ഇരിക്കുമായിരുന്നു. ഞാൻ അജയ് വീട്ടിൽ പോയില്ലേ? ഇപ്പോഴാണ് മറ്റേ ഇത് മുസ്ലിം കൊണ്ട് ഇവിടെ എല്ലാം കഴിഞ്ഞ് പോയത്, ഇപ്പോഴാണ് പോയെന്ന് പറഞ്ഞു. അജയ് ഒറ്റയ്ക്കിട്ടിരിക്കുമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി അജയ് ഇതിനകത്ത് ഉണ്ടായിരുന്നു. ഇവിടെ പന്നാണ് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. അത് കഴിഞ്ഞ് ഒരു ദിവസം ഞാൻ പണിക്ക് പോയിട്ട് ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വിളിച്ച്, ഞാൻ വൈകിട്ട് അജയനെ വിളിച്ച് വൈകിട്ട്. അജയ് ഇപ്പോൾ എവിടെയാന്ന് ചോദിച്ചു. ഞാൻ ഇന്ന സ്ഥലത്തുണ്ട് അളിയാന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ അളിയാന്നാണ് വിളിക്കുന്നത് അവിടെ ഉള്ളവരെല്ലാം വന്ന് താമസിക്കുന്നുണ്ട്. അപ്പോൾ എന്നെ ബക്കറ്റ് അളിയാന്നാണ് വിളിക്കുന്നത്. എനിക്ക് ബക്കറ്റിൻ്റെ ഇൻസ്റ്റാൾമെൻറ്റ് പരിപാടിയായിരുന്നു. അപ്പോൾ അങ്ങനെ ബക്കറ്റ് അളിയെന്ന് വിളിച്ചതാണ്. അങ്ങനെ അളിയാന്ന് മൊത്തം ആയിപ്പോയി. അപ്പം ഞാനൊരു 9 മണി കഴിഞ്ഞപ്പോൾ ഈ പുള്ളിനെ വിളിച്ച് ഞാൻ പറഞ്ഞു, അജയ് ഇപ്പോൾ എവിടെയാന്ന് ചോദിച്ചു. ഞാൻ വീട്ടിലുണ്ടെന്ന് പറഞ്ഞു. അല്ല ഈ പിള്ളേർ വീട്ടിൽ ഡ്രൈവിംഗ് സ്കൂളിൻ്റെ വീട്ടിലുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഉടനെ പെട്ടെന്ന് വണ്ടി എടുത്ത്, അപ്പോൾ അവിടെ ചെറിയ സ്മോളിംഗ് ഉണ്ട് കേട്ടോ. ഞങ്ങൾ കമ്പനി കൂടും, പണിയും കഴിഞ്ഞ് വരുമ്പോൾ ഒരു സ്മോൾ അടിക്കും, വീട്ടിൽ പോരും അങ്ങനെ. അപ്പോൾ ഞാനൊരു സ്മോൾ അടിച്ചു പറഞ്ഞാൽ ഞാനിങ്ങനെ വീട്ടിൽ പോയി ബൈക്കിൽ പോരുകയും ചെയ്ത്. പോന്നിട്ട് ഞാൻ വീട്ടിൽ കയറിയില്ല. വീടിൻ്റെ മേലൊരു പാലമുണ്ട്, ചക്കച്ചമ്പളൊക്കെ പാലം എന്ന് പറയും. ആ പാലത്തിന് മേളിൽ വണ്ടി വെച്ചിട്ട് ഞാൻ ആ വണ്ടിയെ തന്നെ ഇരുന്ന് ഇവൻ എങ്ങോട്ടാണ് പോകുമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവൻ ഇറങ്ങുന്നുള്ളൂ അവിടുന്ന് വീട്ടിൽ നിന്ന്. ഈ അജയ് മറ്റേ ഈ ഡ്രൈവിംഗ് സ്കൂളിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നുള്ളൂ. ഇറങ്ങിക്കഴിഞ്ഞ് ഇവൻ നേരെ ഒരു വാൽക്ക ഫ്രണ്ട് ഡോറാ, അതിൻ്റെ ഇപ്പുറത്ത് ജനല, ആ ജനലിനോട് തീ വെച്ചിരിക്കുന്നത്. ഇവൻ അവിടെ കിടന്ന് വിളിച്ചിട്ട് ഇപ്പോൾ കേട്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. വിളിച്ച് കഴിഞ്ഞ് കറങ്ങി അപ്പുറത്തോട് വന്ന് വെച്ച് ഒറ്റ വിളിക്ക് ഇവൾ കഥ തുറന്നു. അപ്പോൾ ഇവൻ്റെ പുറകെ തന്നെ ഞാൻ കറങ്ങി വന്ന് കറങ്ങി വന്നേച്ച് ഇവൻ ചാടി അകത്ത് കയറി. അവൾ പറഞ്ഞ് കഥ അടയ്ക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ വാൽക്ക നിൽപ്പുണ്ട്, പുറത്ത് തന്നെ നിൽക്കുക. അവർ കാണുന്നുണ്ടോ നിങ്ങളെ? ആര്? ഇല്ല, കാണുന്നില്ല, ഇരുട്ടല്ലേ, ഇരുട്ടാ. അപ്പം മേളത്തെ വീട്ടുകാർ കാണുന്നുണ്ട്, അവർ കണ്ടോണ്ടിരിക്കുന്നത്. ചെരുപ്പും കുട എൻ്റെ ഇരിപ്പുണ്ടായിരുന്നു. ഇവൻ കയറി അടയാളം വെക്കാൻ വേണ്ടി ചെരുപ്പും കുടയും വെച്ചോട്ടാണ് ഇവൻ അകത്ത് കയറുന്നത്. അകത്ത് കയറി കഴിഞ്ഞാൽ അവൾ പറഞ്ഞു കഥ അടയ്ക്കാൻ പറഞ്ഞു. ഇവൻ കഥ അടച്ച് ഞാൻ എന്നെ അടുത്ത് ഒരു 15 മിനിറ്റ് ഇവരെ മേലോട്ട് നോക്കിയപ്പോൾ എല്ലാം മേളിൽ നോക്കുന്നുണ്ട് ഇവർ വീട്ടുകാർ. അവരെ മനസ്സിലായി, ഇവരും കണ്ടെന്ന് മനസ്സിലായി. ഞാൻ സുനിത 2 അടി അടിച്ച് കഥയിനിട്ട് അടിച്ച പറഞ്ഞ ഒരു കഥ പറഞ്ഞിട്ട് എന്നോ ഇതിലും വഴി കയറി വന്നെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇതിലെ ഒരാൾ കയറി വന്നായിരുന്നു, അതാ ഞാൻ കയറി വന്നെന്ന് പറഞ്ഞു. നോക്കിയാൽ ഇവൻ അടുക്കള വശത്ത് താന്നവൻ ഇരിക്കുക. അപ്പോൾ അപ്പോഴത്തെ ഡ്രൈവിംഗ് സ്കൂളിൽ അവരെ ഞാൻ വിളിച്ച് വരുത്തേണ്ട കൊണ്ട് ഒരുത്തിന് ഇരിക്കുന്നുണ്ടോ ചോദിച്ച്. അപ്പോൾ അന്ന് ബഹളമുണ്ടാക്കി ഞാൻ പറഞ്ഞ് വീട്ടതാണ്. ആദ്യം ഇന്ന് സുനിയായിട്ടൊരു വിഷയം ഉണ്ടായത്, അത് പോയി. രണ്ടാമതൊരു വിഷയം ഇങ്ങനെ ഉണ്ടാക്കി ഇതിങ്ങനെ തുടർച്ചയായി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കണ്ടോണ്ടല്ല ഇങ്ങനെ പിടിച്ചത്. അപ്പോൾ ഇങ്ങനെ സ്ഥിരമായിട്ട് പോകുന്നുണ്ടായിരുന്നത്. ശരി. അപ്പം ഞാൻ വൈകിട്ടൊരു 11 മണി കഴിഞ്ഞപ്പം ഇതിൻ്റെ ഒച്ചയും മുളകായി, കടക്കാർ കൂടി, പാർട്ടിക്കാർ വന്നു, കോൺഗ്രസ്സുകാരെല്ലാം വന്നിട്ട് ഇവരെല്ലാം പറഞ്ഞു എടാ ഇനി അങ്ങനെ ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു കണ്ടക്ടർ ഉണ്ടായിരുന്നു, ഒരു ഗുരുദേവ് വണ്ടിയെ പോകുന്ന കണ്ടക്ടർ ഇവളെ കയറി പിടിച്ചെന്നാണ് പറഞ്ഞത്. ആ സമയത്ത് ഈ ഒത്തുധാരണ പോകുന്നതിനിടയ്ക്ക് ഇവളെ കയറി പിടിച്ചെന്ന്. അത് ഞാൻ ചോദിക്കാൻ ചെല്ലുന്നു പറഞ്ഞ് എന്നെ തെറി വിളിക്കുന്നു. ഞാൻ കണ്ടില്ല, ഈ പുള്ളിക്ക് പിടിക്കുന്നത് ഞാൻ കണ്ടില്ല. കണ്ടക്ടർ അവിടെ വന്നു, വീട്ടിൽ വന്നു. അല്ല, പൊക്കത്തെ വീട്ടിലെ കണ്ടക്ടർ എന്ന് പറഞ്ഞില്ലേ, അപ്പൊ ഈ പുള്ളിക്കാരൻ ഇവളെ കയറി പിടിച്ചെന്ന് പറഞ്ഞു. പറഞ്ഞാൽ ഞാൻ ചോദിക്കാൻ ചെന്നില്ലെന്ന്. ഞാൻ കണ്ടെങ്കിൽ ചോദിക്കത്തില്ലേ, ഇത് കണ്ടില്ല, കണ്ട കാര്യം ചോദിച്ചിട്ടുണ്ട്. അതിനെപ്പറ്റി വഴക്കായി. പിന്നെ അത് കഴിഞ്ഞ് ഇപ്പം ആ സ്ഥലത്ത് നിന്ന് മാറണം. അപ്പം 2 മാസമായി, 2 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോൾ ഇവിടുന്ന് മാറണമെന്ന് പറഞ്ഞു. 2 മാസം കഴിഞ്ഞില്ല. അപ്പോൾ 25,000 അവർ കൊടുക്കാണ്ട് കേട്ടോ, ബാലൻസ് പൈസ കൊടുക്കാണ്ട്. കണ്ടക്ടറുടെ കാര്യത്തിൽ എന്തെങ്കിലും വാസ്തവം ഉണ്ടോ? ഇവളാ പറഞ്ഞു, എനിക്കറിയത്തില്ല, അറിയത്തില്ല. പിടിച്ചെന്ന് പുള്ളി പറഞ്ഞു, എനിക്കറിയത്തില്ല. ജീവിതം സാക്ഷി എന്ന ഈ ലോക് അദാലത്ത് വളരെ സുതാര്യവും പണച്ചിലവില്ലാത്തതുമാണ്. ജീവിതം സാക്ഷിയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഞങ്ങളെ എഴുതി അറിയിക്കുക. ഞങ്ങളുടെ വിലാസം: ദ പ്രൊഡ്യൂസർ, ജീവിതം സാക്ഷി, കൈരളി TV, കൈരളി ടവേഴ്സ്, പാളയം, തിരുവനന്തപുരം. ഫോൺ 0471 2386 510.